നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബൈജി സ്റ്റെഫിയോട് ചോദിച്ചു, അല്ല ആ നമ്പരും കൂടി ഒന്ന് തരാവോ? അപ്പോഴേക്കും സ്റ്റെഫി ചോദിച്ചു, അല്ല നമ്പർ എന്തിനാ? ഇനിയിപ്പോ ആരെങ്കിലും ഗുണ്ടകൾ ഇടിക്കാൻ വന്നാ വിളിക്കാനായിട്ടാണോ എന്നെ? അതെ, അങ്ങനെയും പറയാം, ചെറിയൊരു പെൺകുണ്ടയാണല്ലോ മീനാക്ഷി. അപ്പൊ സ്റ്റെഫി പറഞ്ഞിരിക്കും തന്റെ യഥാർത്ഥ പേര് മീനാക്ഷി എന്നാ, എന്നെ മീനു എന്ന് വിളിക്കൂന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ, എന്റെ നമ്പർ ഇതാന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു. നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ബൈജു അങ്ങോട്ടേക്ക് പോകുന്നു. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാലോ സ്റ്റെഫി എന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് പ്രകാശന് കഴിക്കാനുള്ള ആഹാരമൊക്കെ കല്യാണി കാർത്തിയും കൂടെ ചേർന്ന് തയ്യാറാക്കി. അങ്ങനെ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോ പ്രകാശൻ പറഞ്ഞു, ബാ മക്കളും ഇരിക്കാൻ പറയണ. അല്ല അച്ഛാ, അത് പിന്നെ അതെ, എനിക്ക് ഇത്ര നല്ല സന്തോഷമുള്ള ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇതൊക്കെ നേരത്തെ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ നിങ്ങളെ തള്ളിക്കളഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതെ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും എന്റെ മക്കളുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കാനുള്ള യോഗം എനിക്ക് മുമ്പില്ലാതെ പോയല്ലോ. കല്യാണി പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനോടൊപ്പം ഇരിക്കണം, ആഹാരം കഴിക്കണം എന്നൊക്കെ. എന്നാ പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇപ്പോഴിരിക്കുക, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം. അല്ലെങ്കിലും എന്റെ ഒരു കാര്യേ, ശരിക്കും ഇത്ര സ്നേഹമുള്ള പെൺകുട്ടികൾ എന്റെ അടുത്തുണ്ടായിട്ട് ഞാൻ ഒരിക്കൽ പോലും ആ തിരിച്ചറിഞ്ഞില്ല. ഞാൻ നിങ്ങളെ ചവിട്ടി അരയ്ക്കുമല്ലേ ചെയ്തേ. ഇപ്പൊ അതൊക്കെ ഓർത്ത് കഴിയുമ്പോ കുഞ്ഞുനാളിലെ കാര്യമൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം. അച്ഛാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് അച്ഛൻ എന്തിനാ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അതൊക്കെ ശരിയാ മോളെ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. കാർത്തിമോള് കണ്ടില്ലേ, കാർത്തിമോളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല അച്ഛാ, എനിക്കിപ്പൊ കല്യാണമൊന്നും വേണ്ട. കല്യാണി പറഞ്ഞു, എത്ര കല്യാണം ആലോചിച്ചാ കാർത്തിയേച്ചിക്ക്? ഒരെണ്ണം പോലും വേണ്ടാന്ന് പറഞ്ഞ് എല്ലാം തട്ടി മാറ്റുക. അല്ല, കല്യാണി മോളെക്കാളും പ്രായക്കൂടുതലുള്ളല്ലേ കാർത്തി മോൾക്ക്, പിന്നെന്താ മോളെ കല്യാണം വേണ്ടെന്ന് പറയണേ? അച്ഛാ, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പ്രകാശം പറഞ്ഞു, ഉപദേശിക്കാൻ ഞാനും ആരുമില്ല, അതിനുള്ള യോഗ്യതയും കാര്യങ്ങളും എനിക്കില്ല. എനിക്ക് മോളോട് അങ്ങനെ സംസാരിക്കാൻ പോലും പറ്റില്ല. എന്നാലും എന്റെ മോളല്ലേ നീയ, നിന്റെ ജീവിതം തകർന്ന് കാണുമ്പോ ഇപ്പൊ എനിക്ക് സങ്കടം. മുമ്പായിരുന്നേ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇപ്പഴാ എന്റെ അവസ്ഥ അങ്ങനെയല്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോഴേക്കും കല്യാണിന്റെ ഫോൺ ബെല്ലടിച്ചു. നോക്കി കഴിഞ്ഞപ്പോ കിരണേട്ടനെ വിളിക്കുന്നേ. അവൾ പ്രകാശം പറഞ്ഞു, ആഹാ, കിരൺ മോന് ടെൻഷനായി കാണും, ഇതുവരെയായിട്ടും ചെല്ലാത്തോണ്ട് എവിടെ എന്താന്നുള്ള ടെൻഷൻ. കാർത്തി പറഞ്ഞു, അത് ശരിയാ, ഇത്തിരി സമയം കല്യാണിയെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിക്കും. പ്രകാശം പറഞ്ഞു, നല്ല കാര്യല്ലേ, ഇത്ര ഭാര്യയോട് സ്നേഹമുള്ള ഒരുത്തനെ തന്നെയാണല്ലോ എന്റെ മോൾക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മോളെ. മോള് കോൾ എടുക്കാൻ പറയാ. അങ്ങനെ കല്യാണി കോൾ എടുത്തു. എന്താ കിരണേട്ടാ? അല്ല നീ ഇതെവിടെയാ? ഇത് ഞാൻ അച്ഛന്റെ അടുത്തുണ്ട്. ഞാൻ മാത്രമല്ല, കാർത്തിയേച്ചിയുണ്ട്. അല്ല നീ വരണില്ലേ? ആഹാരം കഴിക്കണില്ലേ? അതെ, ഞാനും കാർത്തിയേച്ചിയും കൂടെ അച്ഛനോട് ആഹാരം ഉണ്ടാക്കി, ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് കഴിച്ചോളാം. ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണോ? അതെ, ഇന്നൊരു ദിവസത്തേന് കിരണേട്ടനും അമ്മയൊക്കെ ഇരുന്ന് കഴിക്കുക, ഞാനതിന് ശേഷം വന്നേക്കാം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതെ കൂടുതൽ അങ്ങോട്ട് അയാളെ തലയിലെടുത്ത് വെക്കണ്ട, അറിയാലോ. എന്താ എങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനൊന്നും പറയല്ല, പാവല്ലേ അച്ഛൻ. അതൊക്കെ ശരി തന്നെയാ, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന് പോ, അമ്മയെപ്പോലെ ഇങ്ങനെ കിരണേട്ടൻ തുടങ്ങില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ദീപം വന്നിട്ട് ചോദിച്ചു, കിരണിനോട് ചോദിച്ചു, ആരാ മോനെ? അത് കല്യാണി അവിടെയാന്ന്, കല്യാണിന്റെ അച്ഛൻ്റെ അടുത്ത്. അവളോട് പറയാൻ മേലായിരുന്നോ അയാളുമായിട്ട് അധികം കൂട്ടുകെട്ട് വേണ്ടെന്ന്? അല്ല മോൻ എന്തിനാ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് അപകടമായിട്ടോ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ. അമ്മേ, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അതൊക്കെ മോന് തോന്നും, പക്ഷെ അതൊന്നും അല്ല കാര്യം. ചിലപ്പോ പറയാൻ പറ്റില്ല, അവിടെ ഞാൻ വിക്രത്തെ എങ്ങാനും വിളിച്ചോണ്ട് ഇരുത്തിയിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ല. വിക്രം ചിലപ്പോ അങ്ങോട്ടേക്ക് വരുമോന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ മോളെ ഉപദ്രവിക്കാനും വഴിയുണ്ട്. അതൊന്നും ഉണ്ടാകത്തില്ല, കല്യാണി ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. എന്റെ മോനെ, നീ ആ സൈഡ് നിൽക്കണോ? സൈഡിൽ നിന്നല്ലമ്മേ. ഇനിയിപ്പൊ എന്താണെങ്കിലും കല്യാണിന്റെ അച്ഛൻ കല്യാണം ഉപദ്രവിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നേ. പണ്ടത്തെ പോലെ ഒന്നും അല്ല. കല്യാണിന്റെ അച്ഛന് കല്യാണിയോട് നല്ല സ്നേഹമുണ്ട്. സ്നേഹമുണ്ട് പോലും ഒരു സ്നേഹമില്ല, അതൊക്കെ വെറും അഭിനയമാണെന്ന് തോന്നേ. ജയിലിൽ കിടക്കുന്ന മകൻ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ, അതോട് കൂടിയിട്ട് അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും. അയാൾക്ക് സ്നേഹം ആരോടാന്ന് അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പെട്ടെന്ന് കിരൺ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അമ്മ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കല്യാണിക്കും കാർത്തിക്കും ആർക്കും ഒരു വിഷമം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുവാണ്. ആ സമയം സ്റ്റെഫി ഒന്ന് വിളിക്കാഞ്ഞിട്ടൊരു സമാധാനം ഇല്ല ബൈജു ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ടിങ്ങനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് ആ നമ്പറിലേക്ക് വിളിക്കുകയാണ്.
ഷെഫി ഓർത്തു ഇതാ അവനാണല്ലോ വിളിക്കുന്ന ബൈജു, കോൾ എടുത്തേക്ക എന്ന് കരുതി കോൾ എടുക്കുവാണ്. പിന്നീട് ബൈജു ചോദിച്ചു, അല്ല മീനു അല്ലേ? അതെ ഞാനാ. അല്ല എന്താ ബൈജുകുമാറെ? ബൈജുകുമാർന്നോ? ഈ ബൈജുകുമാറിനൊരു വിളിയിലൊരു സുഖമില്ല. ബൈജുകുമാർന്ന് വിളിക്കണ്ട, എന്നെ ബൈജു എന്ന് വിളിച്ചാൽ മതി. ആ ശരി ബൈജു. എന്നാൽ എന്താ വിളിച്ചത്? അല്ല അത് പിന്നെ ഞാൻ വിളിച്ച ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? വിളിക്കാനാണല്ലോ നമ്പർ തന്നേ. ഓ അപ്പൊ കുഴപ്പമില്ലല്ലേ? എന്ത് കുഴപ്പം? എനിക്ക് വരെ കുഴപ്പമൊന്നുമില്ല. ബൈജു സംസാരിച്ചോ? അത് പിന്നെ ഞാൻ വെറുതെ വിളിച്ചാ. മീനു തിരക്കിലാണോന്നറിയാൻ വേണ്ടി. ആ തിരക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെന്നൈയിലുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഇടയ്ക്കൊന്ന് വന്നതാ. ഇവിടെ എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാ 2 ദിവസം നിൽക്കുന്നത്. കുറച്ച് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൻ്റെതായ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ബൈജു വിളിച്ചുമ്പോൾ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ബൈജു പറഞ്ഞു, ഞാനിവിടെ കമ്പനിയിലാ, RS കമ്പനിയിലാ. ഞാൻ നിൽക്കുന്നതും അവരുടെ വീട്ടിൽ തന്നെയാ. അവർക്ക് ഞാൻ അവരുടെ ഒരു കുടുംബക്കാരെ പോലെ തന്നെ ഞാനും. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രതീഷ് വരുന്നേ. രതീഷ് വന്നപ്പം ശരിയെന്ന് പറഞ്ഞു പെട്ടെന്ന് ബൈജു കോള് കട്ട് ചെയ്യുക. രതീഷ് വന്നിട്ട് എന്താ ബൈജു ഒരു ചുറ്റിക്കളിയാണല്ലോ? എന്താ നീ ആരെയെ വിളിച്ചോണ്ടിരുന്നേ? ഞാൻ ആരെയെ വിളിച്ചോണ്ടിരുന്നു? അല്ല ആരെയോ വിളിച്ചോണ്ടിരുന്നു. ഞാൻ വന്നപ്പോഴത്തേനും പെട്ടെന്ന് കട്ട് ചെയ്തോ? അത് എന്റെ ഒരു ഫ്രണ്ടിന്. ഏത് ഫ്രണ്ട്? ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ? അത് നീ എന്തിനാ അറിയണേ? ഓ നിനക്ക് ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോഴേക്കും ബൈജു പറഞ്ഞതേ, കാണാൻ കൊള്ളാവുന്ന കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ അങ്ങനെ പലരും വിളിച്ചെന്നിരിക്കും. അതിന് നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല. എടാ അതിന് നീ ചൂടാവേണ്ട കാര്യമില്ല. നിന്റെ കല്യാണം ഏകദേശം കല്യാണിയും കിരണം ഒക്കെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞ് ബന്ധം കൂടെ ഉറപ്പിക്കാം. അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല കാര്യങ്ങള് എന്ന് ബൈജു പറഞ്ഞു. അത്രത്തോളം എത്തിയില്ലെന്നോ? അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പൊ പെണ്ണ് തന്നെയാ നിന്നെ വിളിച്ചേ. ആയിക്കോട്ടെ. അത് നിനക്ക് എന്താ രതീഷേ? നീ ഒന്ന് പോയിക്കോ അവിടുന്ന്. പറയണ്ട, പിന്നീട് നീ വിശദമായിട്ട് പറഞ്ഞാ മതി. നല്ല പെൺകുട്ടിയാണ് നമുക്ക് ആലോചിക്കാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ച് രതീഷ് അങ്ങോട്ടേക്ക് പോയി. ബൈജുവിന് ആകപ്പാടെ ഒരു ചമ്മലും നാണക്കേടും ഒക്കെ തോന്നി. ആ സമയം ജയിലി വിക്രത്തിന്റെ അടുത്തേക്ക് ഗംഗാപ്രസാദ് വന്നു. എന്നിട്ട് ചോദിച്ചു, നീ മടുത്തോ? ഞാൻ മടുത്തോന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ മടുത്തു. ചേട്ടന് സുഖമാണല്ലോ. ചേട്ടൻ ഇവിടുത്തെ ദാത ആയതുകൊണ്ട് ചേട്ടൻ ജോലിയും ചെയ്യണ്ട. പക്ഷെ എന്റെ അവസ്ഥ അതല്ല. എനിക്ക് ജോലി ചെയ്യണം. ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരെന്നെ ചീത്ത പറയും. ചിലപ്പോൾ നല്ലത് കിട്ടുകയും ചെയ്യും. എടാ നീ അന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കുറച്ചാളും കൂടെ അല്ലേ ഉള്ളൂ. എന്നാലോ കുറച്ചാൾ കഴിയുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? എടാ അതിനൊക്കെ പോകാൻ പറ്റും. എന്തേലും വഴിയൊക്കെ ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ട് ഇരിക്കുക. പിന്നെ ആ കിരണിന്റെയും കല്യാണിന്റെയും കാര്യത്തിൽ അധികം വൈകാതെ ഒരു തീരുമാനമോ? എന്ത് തീരുമാനം? എടാ അവർക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റെഫി അതൊക്കെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ബൈജുനെ വെച്ചിട്ട് കളിയാ സ്റ്റെഫി ചെയ്യുന്നേ. ബൈജുനെ വെച്ചോ? അവൻ അര പൊട്ടന. അവൻ ചില സമയത്ത് ശരിക്കും ഒരു മന്ദബുദ്ധിയുടെ സ്വഭാവം കാണിക്കണേ. എടാ അതൊന്നും കുഴപ്പമില്ല. അവനെ വെച്ച് കളിക്കാൻ പറ്റുന്ന കളി തന്നെ സ്റ്റെഫി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് കിരണെ വീഴിക്കാൻ പറ്റും. അത് പിന്നെ എങ്ങനെ കിരണെ വീഴിക്കുന്നത്? അതിനൊക്കെ ഉള്ളൊരു മാർഗമുണ്ട്. ഉറപ്പായിട്ടും സ്റ്റെഫിയെ പെണ്ണ് കാണാനായിട്ട് ബൈജു വരും. അങ്ങനെ വരുന്ന സമയത്ത് കിരണും കല്യാണിയൊക്കെ കാണുമായിരിക്കും. അവിടെ വെച്ച് കിരണിന്റെയും കല്യാണിന്റെയും കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. വിക്രം ചോദിച്ചു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഉറപ്പായിട്ട് നടക്കും. ഞാൻ അല്ലേ പറയുന്നത്, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നമ്മുടെ പ്രധാന ശത്രു കിരണല്ലേ. അവനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കല്യാണിയൊക്കെ തീർക്കാനായിട്ട് എളുപ്പമാണ്. ബാക്കി പിന്നെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ചെയ്യാം. നിനക്കും പുറത്തിറങ്ങാൻ പറ്റും. ഞാൻ നിന്നെ ഇറക്കിയിരിക്കും. ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ? വിശ്വാസമുണ്ട് ഗംഗേട്ടാ. പിന്നെ എന്താടാ കുഴപ്പം? നീ ധൈര്യമായിട്ടിരിക്കുക. നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒടുവില് വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയാണ് ഗംഗാപ്രസാദ്. വിക്രത്തിന് ചെറിയ സമാധാനം കാര്യങ്ങളൊക്കെ തോന്നി. രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും ആ കിരണിന്റെയും കല്യാണിന്റെ കാര്യവും തീരുവാണെങ്കിൽ തന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിന്റെ മനസ്സിൽ. അതേസമയം ബാലണ്ണൻ പ്രകാശനെ കാണാനായിട്ട് വന്നു. പ്രകാശൻ പറഞ്ഞു, ബാലണ്ണ ഇന്നൊരു കാര്യം ഉണ്ടായി. എന്ത്? എന്റെ മക്കള് വന്ന് എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തന്നു. ആര്? കല്യാണി മോളോ? അതെ, കല്യാണി മോളും കാർത്തിക മോളും. കൊള്ളാലോടെ പ്രകാശ, നിനക്ക് രാജയോഗമുള്ളോ? അതെ, ഞാൻ മുമ്പൊക്കെ ഞാൻ തട്ടിത്തെറിപ്പിച്ചിട്ടുള്ളൂ. ഒരു നേരത്തെ ആഹാരം വെച്ചുണ്ടാക്കി തന്ന ഞാൻ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അറിഞ്ഞു അവരുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി എന്താന്ന്. ബാലണ്ണൻ പറഞ്ഞു, നിനക്ക് എന്നാലും സുഖമല്ലേ? ഈ ജന്മത്തിൽ നീ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി അടുത്ത ജന്മത്തിൽ നിനക്ക് എന്താ കിട്ടാൻ പോണെന്ന് അറിയത്തില്ല. ഈ ജന്മത്തിൽ ചെയ്ത പാപമെല്ലാം നിനക്ക് അടുത്ത ജന്മത്തിലേ കിട്ടാൻ പോണേ. അപ്പൊ ഉറപ്പായിട്ടും നിനക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടുമായിരിക്കും. പ്രകാശം പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴെന്റെ കല്യാണിമോളൊക്കെ എന്നോടൊപ്പം ഉണ്ടല്ലോ. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ദൈവം എന്നെ ശിക്ഷിച്ചില്ല. എന്റെ കല്യാണിമോളും കാർത്തിമോളും ഒക്കെ എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. അത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യ. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരുത്തന് എന്ത് യോഗ്യത ഭരണ ഉള്ളത്? കുഞ്ഞുനാളിൽ അവൻ ജനിച്ചപ്പോ തൊട്ട് അവൾ ഉപദ്രവിക്കാൻ തുടങ്ങിയതില്ല. ഞാൻ ഒരിക്കൽ പോലും അവൾക്ക് ഒരിറ്റ സ്നേഹം കൊടുത്തിട്ടില്ല. എന്റെ മകനെന്ന് കരുതി ഞാൻ താലോടിച്ച് കൊഞ്ചിച്ചു വന്ന വിക്രത്തിനെ ഞാൻ തലയിൽ കയറ്റി വെച്ചു. ആ സമയത്ത്
എൻ്റെ പെൺമക്കളെ ഞാൻ ആട്ടി ഓടിക്കുകയോ ചെയ്തേ. എന്നിട്ടോ ഇപ്പോഴാ പെൺമക്കൾ തന്നെ വേണ്ടി വന്നു എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാനായിട്ട്, എന്നെ ചേർത്ത് പിടിക്കാനായിട്ട്. ഇപ്പോഴാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഞാൻ ചെയ്തേ എത്ര വലിയ തെറ്റാന്നുള്ള കാര്യം. എന്നാലും നിനക്ക് ഇപ്പോഴെങ്കിലും മാനസാദനം ഉണ്ടായല്ലോ. നല്ല കാര്യമാടാ പ്രകാശ, ഇങ്ങനെ വേണം. ഇനി ഇനി ആ വിക്രം വന്നാലും ഒരു കാരണവശാലും അവനോടൊപ്പം കൂട്ടുകൂടാനോ അല്ലെങ്കിൽ അവന്റെ പ്ലാനുകൾക്കൊപ്പം നിൽക്കാനോ പോവരുത്. ഇല്ല ബാലണ്ണ, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ പെൺമക്കളാ. പ്രകാശനും ഭയങ്കര സന്തോഷമായിരുന്നു. ബൈജു പിന്നീട് ആലോചിക്കുക, ഒന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലോ മീനുവിന്. പിന്നീട് ഒരു മെസ്സേജ് അയച്ചു ഉറങ്ങിയോ എന്ന് ചോദിച്ചോണ്ട്. അപ്പോഴേക്കും സ്റ്റെഫി ഫോണെടുത്ത് നോക്കി, ബൈജുവിന്റെ മെസ്സേജ് ഉറങ്ങിയോന്ന്. പെട്ടെന്ന് സ്റ്റെഫി തിരികെ വിളിക്കുവാണ്. അല്ല എന്താ ബൈജു മെസ്സേജ് ഒക്കെ അയക്കുന്നത്? അല്ല മീനാക്ഷി ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടിട്ട്. ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല. അല്ല എന്താ എന്താ മെസ്സേജ് അയച്ചേ? അത് പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു മെസ്സേജ് അയക്കണം തോന്നി. ഞാനും പ്രതീക്ഷിച്ചിരുന്നു. സത്യമായിട്ടും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ബൈജു ചോദിച്ചു. അതെ, ഞാനും പ്രതീക്ഷിച്ചിരുന്നു. ബൈജു എന്നെ വിളിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആഹാ, അപ്പൊ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല. പക്ഷെ ബൈജുവിനെ കണ്ട പ്രത്യേകിച്ച് എന്തോ ഒരു അടുപ്പമൊക്കെ തോന്നി. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മീനുവിന്റെ കല്യാണം എന്താ ഇതുവരെയായിട്ട് നടക്കാത്തെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് ചെയ്യാനാ ബൈജു, കുറെ ആലോചനയൊക്കെ വന്നാ, പക്ഷെ എനിക്ക് ഒന്നിനെ അങ്ങോട്ട് പിടിച്ചില്ല. എനിക്ക് അങ്ങനെ ആരോടും അത്ര പെട്ടെന്ന് അടുപ്പം ഇഷ്ടമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരാൾ എൻ്റെ മനസ്സിലുണ്ട്. ഇത് കേട്ടതും ബൈജു ചോദിച്ചു, ആരാ മനസ്സില്? അതൊക്കെ ഉണ്ട്, അതൊക്കെ സമയമാകുമ്പം പറയാം. അത് കേട്ടതും ബൈജുവിന്റെ മനസ്സിൽ ലഡു പൊട്ടി. രക്ഷപ്പെട്ടു, തന്നെയായിരിക്കും അവൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നൊരു ചിന്ത മനസ്സിൽ വരുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.